പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ഇന്ന്. ഉത്സവത്തിന്റെ ഭാഗമായി കുത്തിയോട്ട സമർപ്പണം കരുവാറ്റ പാലാഴിയിൽ നിന്നടക്കം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പൂജാതി കർമ്മങ്ങൾക്കും ദക്ഷിണ സമർപ്പണത്തിനും ശേഷം വാദ്യമേളങ്ങളുടെയും അമ്മക്കുടം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് കുത്തിയോട്ട ഘോഷയാത്ര ചെട്ടികുളങ്ങര അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുക. വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കരുവറ്റ പാലാഴിയിൽ നിന്നും കുത്തിയോട്ട ഘോഷയാത്ര ആരംഭിച്ചത്. ഇതിപ്പോൾ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മൻകുടത്തിൻ്റെയും വാദ്യമേള മേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെയാണ് ഈ കുത്തിയോട്ട ഘോഷയാത്ര ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ശിവരാത്രി മുതൽ വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള കുത്തിയോട്ട ചൂടുകൾക്കുമൊക്കെ സമാപനം കുറിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് കുത്തിയോട്ട സമർപ്പണം നടക്കുന്നത്. ഇത് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും കുട്ടികളെ ചൂരൽ മുറിയുന്ന അടക്കമുള്ള മറ്റ് സമർപ്പണ ചടങ്ങുകൾ നടക്കുകയുമാണ് ചെയ്യുന്നത്. 16 കുത്തിയോട്ടങ്ങളാണ് ഈ പ്രാവശ്യം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ദൂരെ നിന്നുള്ള ഒരു കുത്തിയോട്ടമാണ് ചെട്ടികുളങ്ങരയിൽ നിന്നിലേക്ക് ഇവിടെ കരുവറ്റയിൽ നിന്നും എത്തിച്ചേരുന്നത്. ആ ഘോഷയാത്രയാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അറിയാം, ഓരോ ദിവസവും വ്രതാനുഷ്ഠാനങ്ങളുടെയും അന്നദാനങ്ങളും ഒക്കെയായി വലിയ ഒരു ചടങ്ങായി തന്നെയാണ് കുത്തിയോട്ടം വഴിപാട് സമർപ്പിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏത് രീതിയിലാണ് ഇപ്പോൾ എപ്പോഴത്തേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ പുലർച്ചെ പാലാഴിയിൽ നിന്നും പുറപ്പെട്ടതാണിത്. രാവിലെ 4:30 പാലാഴിയിൽ നിന്ന് പുറപ്പെട്ടു. പുറപ്പെട്ടതിന് ശേഷം ഇവിടുന്ന് ദേവിയെ ദർശിക്കാനായി കുത്തിയോട്ട കുഞ്ഞുങ്ങളോടൊപ്പം പാലാഴി കുടുംബാംഗങ്ങൾ പോയി വരികയാണ്. എപ്പോഴും ഇതിന്റെ കുത്തിയോട്ട ചുവടുകളും മറ്റും ക്ഷേത്രത്തിലേക്ക് എപ്പോഴായിരിക്കും നടത്തുക? ഇവിടെ 2 തേരിലേക്ക് അർപ്പിച്ചതിന് ശേഷം ആ ക്ഷേത്ര ആചാരപ്രകാരം ആചാര്യനായ കുറുപ്പിയേട്ടന്റെ നേതൃത്വത്തിലും പാലാഴി കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ഏറ്റവും പ്രശസ്തനായ കുത്തിയോട്ട പാട്ടുകാരനായ വിജയരാഘവ കുറുപ്പിന്റെ ആചാര്യനായിട്ടാണ് ഈ കുത്തിയോട്ടം സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുത്തിയോട്ട ചുവട് വെച്ചാണ് ഇത് ക്ഷേത്രത്തിൽ കുത്തിയോട്ട സമർപ്പണം നടക്കുന്നത്. ഇത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ 16 കുത്തിയോട്ടങ്ങളിൽ ആദ്യം ആരെത്തുന്നു ആ ക്രമത്തിലാണ് സമർപ്പണം നടക്കുന്നത്. കുത്തിയോട്ട ചുവട് വെച്ച് ചൂരൽ മുറിഞ്ഞ് ദേവിക്ക് ഇത് സമർപ്പിക്കുമ്പോൾ അത് പാലാഴിയിൽ നിന്ന് ഇത് 9ാമത്തെ കുത്തിയോട്ടമാണ്. ഇപ്പോൾ ഇത് സമർപ്പണം നടത്തുന്ന സുരേഷ് കുമാറിനോട് തന്നെ ചോദിക്കാം. ഇത് 9ാമത്തെ കുത്തിയോട്ടമാണ്. എത്രത്തോളം ഭക്തിസാന്ദ്രമായ ഒരു നിമിഷമാണ്? എത്രത്തോളം ഭക്തിസാന്ദ്രമായ ഒരു നിമിഷമാണ് ഈ 9ാമത്? എല്ലാവരും അതിലാണ്. എങ്ങനെയുണ്ട്? എത്രത്തോളം സന്തോഷമാണ് ഈ 9ാമത് കുത്തിയോട്ടം ദേവിക്ക് സമർപ്പിക്കാൻ കഴിയുമ്പോൾ? 9ാമത് കുത്തിയോട്ടം ദേവിക്ക് സമർപ്പിക്കാൻ കഴിയുമ്പോൾ എത്രത്തോളം സന്തോഷവും ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സംതൃപ്തിയാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ 9 പ്രാവശ്യം കുത്തിയോട്ടം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇനിയും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് അഗാധമായി പ്രാർത്ഥിക്കുകയാണ്. എന്തുതന്നെയായാലും കരുവറ്റ ഗ്രാമം അപ്പാടെ തന്നെ ഈ കുത്തിയോട്ട ചടങ്ങുകൾക്ക് പൂർണ്ണമായും പിന്തുണയുമായി ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെട്ടികുളങ്ങരയുടെ അതേ മാനസികാവസ്ഥയിലേക്ക് കരുവറ്റ ഗ്രാമവും എത്തിച്ചേർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത് 9ാം തവണയാണ് കുത്തിയോട്ടം നടത്തുന്നത്. അതിൻ്റെ ഭാഗവാക്കായി അവിടുത്തെ ഓരോ നാട്ടുകാരും ഇതിലേക്ക് ഇഴുകിച്ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വലിയ ഒരു ആത്മസംതൃപ്തിയോടെയാണ് പാലാഴി കുടുംബം ഈ കുത്തിയോട്ട ദേവിക്ക് സമർപ്പിക്കുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയാവുന്നത്. അശ്വതി, ചെട്ടികുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ചുള്ള കുത്തിയോട്ട സമർപ്പണമാണ്, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.